السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്ന ഒരു വിശേഷ നിധിയാണ് എന്ന് പറയുന്നത്. വിശേഷ നിധി എന്ന് ഞാൻ അലങ്കാരത്തിന് പറഞ്ഞതല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ നിധി എന്ന് വിശേഷിപ്പിച്ച ഒരു അത്ഭുത ദിക്റാണ്. നമുക്കൊക്കെ അറിയാം, എന്നാലും അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. 166 തവണ ഈ ദിക്റ് ചൊല്ലി എന്ത് ചോദിച്ചാലും അള്ളാഹു അതിന് ഉത്തരം നൽകും എന്നാണ്. ഇനി നമ്മൾ ഒരിക്കലും അത് നടക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടില്ല, ഒരിക്കലും ഈ കടം വീടില്ല, ഒരിക്കലും ഈ രോഗം മാറില്ല എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ, അതായത് അങ്ങേയറ്റം ജീവിതം വഴിമുട്ടി, ഒരു വഴിയും മുന്നിലില്ല, ഒന്നും കാണുന്നില്ല, ഒരു രക്ഷയുമില്ല എന്ന് കണ്ടാലും ഈ ദിക്റ് ചൊല്ലിയാൽ മതി, അത്രയും ഫലപ്രദമാണ്. അങ്ങനെ കാണിക്കുന്ന ഒരവസരവും, അതായത് ഒരു രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രവും പരിശുദ്ധ ഖുർആനിലുണ്ട്. നമുക്കൊക്കെ അറിയാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടപ്പോൾ, തിമിംഗലത്തിൻ്റെ വയറ്റിലാണ് അകപ്പെട്ടത്, കടലിൻ്റെ അടിയിൽ. ഒരിക്കലും ഒരു രക്ഷപ്പെടാൻ യാതൊരു ചാൻസുമില്ല. ഒരു മനുഷ്യൻ എന്ന നിലയിൽ യാതൊരു ചാൻസും അവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. മരണം ഉറപ്പാണ്. ആ സ്ഥലത്തു നിന്നാണ് വളരെ നിഷ്പ്രയാസമായി അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഈ ഒറ്റ ദിക്റ് ചൊല്ലിയ കാരണത്താലാണെന്ന് അള്ളാഹു തന്നെ പ്രത്യേകം എടുത്തു പറയുന്നു. അഥവാ ഈ ദിക്റ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നിന്ദ്യനായി എറിയപ്പെടുമായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അത്രയും പവറുള്ള ദിക്റ്, അത്രയും ആ അവസ്ഥയിൽ നിന്നും ഒരു ദിക്റ് കാരണം അള്ളാഹു രക്ഷപ്പെടുത്തി. നമുക്കറിയാം, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നീയാണ് ആരാധനക്കർഹൻ, നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് അർത്ഥം വരുന്ന മഹത്തായ ദിക്റ് 166 തവണ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഏത് ശല്യത്തിൽ നിന്നും, മുസീബത്തിൽ നിന്നും, ഇടങ്ങാറിൽ നിന്നും നമുക്ക് രക്ഷ നേട്ടും ഇൻഷാ അല്ലാഹ്. ഈ അറിവ് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് അറിയിക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.